അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോക രാജ്യങ്ങൾക്കുണ്ടാക്കുന്ന പ്രതിസന്ധികൾ ചില്ലറയല്ല. വ്യാപാര കാര്യത്തിലൊക്കെ ഇതുവരെ കുറേയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിരുന്ന രാജ്യങ്ങൾ തമ്മിൽ താരിഫുമായി ബന്ധപ്പെട്ട് വലിയ പോരാട്ടം ആരംഭിച്ച പശ്ചാത്തലം ട്രംപ് സൃഷ്ടിച്ചു എന്നാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിൽ ചൈനയുടെ ഇറക്കുമതി തീരുവ 20% ട്രംപിൻ്റെ നടപടി ചൈനയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതിന് ബദൽ നടപടിയായി പല കാര്യങ്ങൾ ചൈന മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്, ഒരുപക്ഷെ നമ്മൾ അറിയാം, ഇന്ത്യയും ചൈനയുമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. അതിർത്തി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനും ശ്രീലങ്കയുമായുള്ള ചൈനയുടെ നിരവധി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇന്ത്യ പലപ്പോഴും പ്രതിഷേധം അറിയിക്കുകയും അതൊന്നും ചൈന മൈൻഡ് ചെയ്യാത്ത ഒരു പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ചൈന. അമേരിക്കയെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് ചൈനയുടെ എല്ലാ മേഖലയിലുമുള്ള വളർച്ച. പൊതുവേ കാര്യങ്ങളങ്ങനെ തുറന്ന് കാണിക്കാത്ത ഒരു രാജ്യമായതിനാലും ഈ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്ക് പോലും അജ്ഞാതമാണ്. ആ ചൈനയെ ചൊടിപ്പിച്ചുകൊണ്ടാണ് ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട് പുതിയ നയം ട്രംപ് പ്രഖ്യാപിച്ചത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഗ്ലോബൽ സൗത്തിൻ്റെ ഏഷ്യയിലെ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളായ ഇന്ത്യയും ചൈനയും ഒരുമിച്ചാൽ അമേരിക്ക ഇപ്പോൾ നടത്തുന്ന തീരുവ യുദ്ധത്തെ നേരിടാനാകുമെന്നാണ് വാങ് യിയുടെ കണ്ടെത്തൽ. അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായി ഇതാണ്. അതായത് ന്യൂഡൽഹിയും ബെയ്ജിങ്ങും ഒരുമിച്ച് പ്രവർത്തിക്കണം. ആധിപത്യത്തെയും അധികാര രാഷ്ട്രീയത്തെയും തീർക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും നേതൃത്വം വഹിക്കാനാകുന്ന പശ്ചാത്തലം ഒരുക്കണം. പരസ്പരം തളർത്തുന്നതിന് പകരം പിന്തുണയ്ക്കുകയും സഹകരണം ശക്തിപ്പെടുത്തുകയുമാണ് വേണ്ടത്. ഏഷ്യയിലെ ഈ വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ ഒന്നിച്ചാൽ ഗ്ലോബൽ സൗത്തിൻ്റെ വികസനത്തിനും ശക്തിപ്പെടുത്തലിനും ശോഭനമായ ഭാവി ഉണ്ടാകും, വാങ് യി പറഞ്ഞു. നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ചൈനീസ് ഭരണകൂടത്തിൻ്റെ തന്നെ മനസ്സിലെ ആഗ്രഹമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്ന് വ്യക്തം. കാരണം ചൈന ഇന്ത്യ ഭായി എന്ന ദീർഘകാലത്തെ സ്വപ്നം, അത് പലപ്പോഴും അതിന് വിഘാതം സൃഷ്ടിക്കുന്ന പല പെരുമാറ്റങ്ങളും ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പാകിസ്ഥാന് ചൈന നൽകുന്ന അധിക സഹായം, ഇന്ത്യയുമായി ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളിലും സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ചൈന ഒരുങ്ങുന്ന പ്രശ്നങ്ങൾ, ശ്രീലങ്കയ്ക്ക് ചൈന നൽകുന്ന സഹായങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ ശ്രീലങ്ക വിമർശിച്ച പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, ചെറിയ അയൽ രാജ്യങ്ങൾ, നേപ്പാൾ, ഭൂട്ടാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുകയും അതുവഴി ഇന്ത്യക്ക് മേൽ ഒരു കണ്ണ് തുറന്നു വെക്കുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ചൈന പലപ്പോഴും മുന്നോട്ട് വെച്ച സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ വല്ലാത്ത തലത്തിൽ ഇന്ത്യയും ചൈനയുമായുള്ള ബന്ധത്തെ ഒരുപാട് അകൽച്ചയുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു പ്രസ്താവനയെ കാണേണ്ടത്. അത് ലോകക്രമത്തിൽ എന്തു മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നത് കാത്തിരുന്നു കാണേണ്ടതുണ്ട്. കാരണം നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലെത്തി ചൈനീസ് പ്രസിഡന്റുമായി ചർച്ച നടത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിൽ പോലും അമേരിക്ക ഒട്ടും വഴങ്ങിയിട്ടില്ല. കാരണം ഇന്ത്യ എന്നല്ല, ഒരു ലോകരാജ്യത്തോടും ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഉള്ളത്, പ്രത്യേകിച്ച് ട്രംപ് ഉള്ളത്. ട്രംപ് അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം നിരവധി കേന്ദ്രങ്ങളിൽ, നിരവധി മേഖലകളിൽ നടത്തിയ ഇടപെടലുകൾ, പ്രസ്താവനകൾ, ഈ തീരുവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ യൂറോപ്യൻ യൂണിയനെയും മറ്റ് ലോകരാജ്യങ്ങളെയും ഒക്കെ ചൊടിപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണ് അമേരിക്കയ്ക്കെതിരെ ഒന്നിക്കണമെന്ന ആഹ്വാനം ചൈന നൽകുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇതിന് കൃത്യമായ മറുപടി ഇതുവരെ നൽകിയിട്ടില്ല എന്നതുകൂടി ചേർത്ത് വായിക്കണം. പക്ഷേ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു പ്രസ്താവന, ഈ നവംബറിന് ശേഷം ഇന്ത്യ ചൈന ബന്ധത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ T20 ഉച്ചകോടിക്കിടെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിനിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയതൊക്കെ അതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. കാരണം ഒരു അനുരഞ്ജനത്തിന് ഇന്ത്യ തയ്യാറാണ് എന്ന നിലപാട് ഇന്ത്യ കൂടി വ്യക്തമാക്കിയാൽ അതൊരു ഒരു ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു കരാറിൻ്റെയൊക്കെ ഭാഗമായി ചൈനയുമായി അനുരഞ്ജന തയ്യാറായാൽ അത് വലിയ തോതിലാകും നമ്മുടെ ഈ ബന്ധത്തെ സ്വാധീനിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പകരം മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളിലേക്ക് മോദി സർക്കാർ കടന്നൊക്കെ ചൈനയെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. BJPയും മോദിയും സർക്കാരുമൊക്കെ, BJP ഭരിക്കുന്ന ഇന്ത്യൻ സർക്കാരുമൊക്കെ കഴിഞ്ഞ 3 ടേമായി ഏതാണ്ട് 10-12 വർഷമായി ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്നുള്ള വ്യാപകമായ പ്രചരണം ഇന്ത്യയിൽ നടത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത് ചൈനയെ ചൊടിപ്പിച്ചിരുന്നു. ആ തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ മാറ്റി ഇന്ത്യക്കും ചൈനയ്ക്കും പരസ്പര
ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് ചില്ലറ മാറ്റമായിരിക്കുകയില്ല ഏഷ്യയിൽ ഉണ്ടാക്കുക എന്ന ഒരു വിലയിരുത്തൽ കൂടി ഈ വിദേശകാര്യ വിദഗ്ധർ പറയുന്നുണ്ട്. അത് അമേരിക്ക എങ്ങനെ നോക്കിക്കാണും എന്നതുകൂടി ചേർത്ത് വെക്കണം. കാരണം പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും നമുക്കറിയാം മോദിയും ട്രംപുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അവിടെയാണ് ചൈന ഇടപെടുകയും വളരെ ബുദ്ധിപരമായി ഇന്ത്യയോട് പരസ്പര സഹകരണം എന്ന ആശയം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അതെന്തൊക്കെയായാലും ലോകക്രമത്തിൽ അങ്ങനെ സംഭവിച്ചാൽ മാറ്റം വരുത്തുമെന്ന കാര്യവും അമേരിക്കയ്ക്ക് ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കേണ്ടി വരുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ലതാനും. കാത്തിരുന്ന് കാണാം ഇന്ത്യ ചൈന ഭായി ഭായി ആകുമോ എന്ന്.